ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് TCS എൻട്രി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ TCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അത് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് TDS ഒരു എൻട്രി ഇട്ടുണ്ടായിരുന്നു. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ടോളൂ. TCS എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. അതായത് TCS അപ്ലിക്കബിൾ ആവുക ചില ഗുഡ്സിന്റെ മുകളിലാണ് TCS അപ്ലിക്കബിൾ ആവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിക്കർ ഹ്യൂമൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിക്കറിന്റെ മുകളിൽ TCS ഉണ്ട്. അതേപോലെ തന്നെ മിനറൽസ്, പിന്നെ ടിമ്പർ, വലിയ കാട്ടിലെ വലിയ തടിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിന്റെ മുകളിലും TCS ഉണ്ട്. പിന്നെ വെച്ചാൽ സ്ക്രാപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രോഡക്റ്റുകളുടെ മുകളിലാണ് TCS അപ്ലിക്കബിൾ ആവുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് TCS, എങ്ങനെയാണ് TCS അപ്ലിക്കബിൾ ആവുക, ഇങ്ങനെ എല്ലാം വിശദമായിട്ട് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് TCS കുറിച്ചിട്ടാണ്, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ. TDS റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ തന്നെയാണ് ഈ TCS വീഡിയോയും ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം പ്ലേലിസ്റ്റ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് TCS എന്നുള്ളത് നോക്കാം. TCS എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചില ഗുഡ്സിൻ്റെ മുകളിലാണ് TCS അപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് TCS എന്താണെന്ന് വിശദമായി പരിശോധിക്കുന്നതിന് മുമ്പേ എന്താണ് TDS എന്നുള്ളത് നോക്കാം. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. അതായത് പോർട്ടിൽ വെച്ചിട്ട് തന്നെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യണത്. അതായത് TDS അപ്ലിക്കബിൾ ആവുക പേയ്മെൻറ്റിൻ്റെ മുകളിലാണ് TDS അപ്ലിക്കബിൾ ആവുക. ഇപ്പോൾ സാലറി കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ടാക്സ് പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സാലറി ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരാൾക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ടാക്സ് എത്രയാണോ അത് ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിൻ്റെ മുകളിൽ എത്രയാണോ ടാക്സ് അത് ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് കൊടുക്കുള്ളൂ. അപ്പോൾ അതാണ് TDS. എന്നാൽ TCS പറഞ്ഞാൽ അങ്ങനെയല്ല, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഇപ്പോൾ ഒരു ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് സെല്ലർ ബയറുടെ അടുത്തുനിന്ന് മൊത്തം എമൗണ്ട് വാങ്ങിക്കും, പ്ലസ് ടാക്സും കൂടിയിട്ടായിട്ട് വാങ്ങിക്കും. എന്നിട്ട് സെല്ലറാണ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ അതാണ് TCS. അതുകൊണ്ടാണ് അതിന് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്നുള്ളത് വരുന്നത്. അപ്പോൾ TDS പോലെയല്ല TCS. പിന്നെ TDS പേയ്മെന്റിന്റെ മുകളിലാണ് അപ്ലിക്കബിൾ ആവുക. എന്നാൽ TCS ആണെന്നുണ്ടെങ്കിൽ അത് ഗുഡ്സിന്റെ മുകളിലാണ് അപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് TCS കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് TCS ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ TCS ചെയ്യാൻ വേണ്ടിയിട്ട് F11 പോയിട്ട് TCS ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിൽ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ F11 ഫീച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാക്സിൻ്റെ സെക്ഷൻ വരും. അപ്പോൾ നമുക്ക് ഇവിടെ TCS എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും എനേബിൾ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്നുള്ളത്. ഇവിടെ S കൊടുക്കാം. ഇവിടെ S കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കൊടുക്കാം. ടാൻ രജിസ്ട്രേഷൻ നമ്പർ, അപ്പോൾ ഈ കമ്പനിക്ക് ഒരു ടാൻ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ടാൻ നമ്പർ നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. ടാൻ നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ. അപ്പോൾ അതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. കളക്ടർ ടൈപ്പ്, കളക്ട് ചെയ്യുന്ന ആൾ കമ്പനിയാണോ ഇൻഡിവിജ്വൽ ആണോ, നമുക്കിവിടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതേപോലെ ഇവിടെ ചോദിക്കും കളക്ടർ ബ്രാഞ്ച് ഓർ ഡിവിഷൻ. അപ്പോൾ നമുക്ക് കളക്ട് ചെയ്യുന്നപ്പോൾ കുറേ ബ്രാഞ്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ് ആ ബ്രാഞ്ച് അല്ലെങ്കിൽ ഏതാണ് ആ ഡിവിഷൻ എന്നുള്ളത് കൊടുക്കാം.
അതിൻ്റെ അടുത്ത് ചോദിക്കും സെറ്റ് ഓൾട്ടർ ഡീറ്റെയിൽസ് ഓഫ് പേഴ്സൺ റെസ്പോൺസിബിൾ. ഇപ്പോൾ ഓരോ ഫേമിലും TCSന്റെ കാര്യങ്ങൾ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരും. ആളുടെ നെയിം, ആളുടെ സൺ ഓഫ് ഡോട്ടർ ഓഫ് ഡെസിഗ്നേഷൻ, പാൻ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ നോ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിൻഡോ നമ്മൾക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം സേവ് ചെയ്തു. അപ്പോൾ TCS ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അപ്ലിക്കബിൾ ആക്കിയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾക്ക് TCSന്റെ നാച്ചർ ഓഫ് ഗുഡ്സ് പറഞ്ഞിട്ടുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി മാസ്റ്റേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണും TCS നാച്ചർ ഓഫ് ഗുഡ്സ്. നമ്മൾ TDSലും ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് TCSലും. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഐറ്റമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ലിക്കറിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നെയിം എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ ലിക്കർ എന്നുള്ളത് അടിച്ചു കൊടുക്കാം. ലിക്കർ ഓഫ് ആൽക്കഹോളിക് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും സെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 206C എന്നിട്ട് ബ്രാക്കറ്റിലെ 1H ഇതാണ് TCSന്റെ സെക്ഷൻ. നമ്മളിത് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും പേയ്മെൻറ്റ് കോഡ്. അതേപോലെ തന്നെ ഇവിടെ റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് പാനും ഉണ്ട്, വിത്തൗട്ട് പാനും ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റ് ആണുള്ളത്. ലിക്കറിനാണെന്നുണ്ടെങ്കിൽ 1% ആണ്, പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ 2% ആണ് റേറ്റ് വരിക. അതേപോലെ തന്നെ ഇവിടെയും കൊടുത്തു. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിൻഡോ നമ്മൾക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ TCSന്റെ നാച്ചർ ഓഫ് പേയ്മെൻറ്റ്സ് ഉള്ള ഹെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പിലെ പറഞ്ഞാൽ കുറച്ച് ലെഡ്ജേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെഡ്ജറായിട്ട് നമുക്ക് സെയിൽസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ സെയിൽസ് എന്നുള്ളത് അടിച്ചു. സെയിൽസ് അടിച്ചു, എൻ്റർ. അണ്ടർ എന്നുള്ളിടത്ത് സെയിൽസ് അക്കൗണ്ടിലേക്ക് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അണ്ടർ സെയിൽസ് അക്കൗണ്ട്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും ഈസ് TCS അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇവിടെ ഈസ് TCS അപ്ലിക്കബിൾ. അപ്പോൾ നമുക്ക് ഇവിടെ അപ്ലിക്കബിളിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും നാച്ചർ ഓഫ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ നാച്ചർ ഓഫ് ഗുഡ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലിക്കർ ഓഫ് ആൽക്കഹോളിക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിൻഡോ നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം സേവ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ലെഡ്ജർ പറയുന്നത് പാർട്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പാർട്ടിയുടെ പേരടിച്ചു. ഇത് നമ്മൾ സെയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സൺട്രി ഡെറ്ററിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സൺട്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈബിൾ എന്നുള്ള ഓപ്ഷനൊക്കെ യെസ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഈസ് TCS അപ്ലിക്കബിൾ എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് TCS അപ്ലിക്കബിൾ എന്നുള്ളടത്ത് യെസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ചോദിക്കും ബയർ ഓർ ലെസ്സി ടൈപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും ഈ പാർട്ടി ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇവിടെ കുറച്ച് കാറ്റഗറി തന്നിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണോ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണോ, കമ്പനി നോൺ റെസിഡൻ്റ് ആണോ, കമ്പനി റെസിഡൻ്റ് ആണോ, നമുക്ക് ഏതിലേക്കാണെന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോണത് കമ്പനി റെസിഡൻറ്റിലേക്കാണ് സെലക്ട് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ കമ്പനി റെസിഡൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്കിവിടെ പാർട്ടിയുടെ നെയിം, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. പിന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. കാരണം വെച്ചാൽ നമുക്കപ്പോൾ GST കൂടി വരികയാണെങ്കിൽ നമുക്ക് വേറെ സ്റ്റേറ്റിലാകുമ്പോൾ അവിടെ IGST ആയിരിക്കും വരിക. അതുകൊണ്ടാണ് സ്റ്റേറ്റ് നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാൻ നമ്പറാണ് കൊടുക്കേണ്ടത്. പാർട്ടിയുടെ പാൻ നമ്പർ കൊടുക്കണം. നമുക്കിവിടെ പാർട്ടിയുടെ പാൻ നമ്പർ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വിൻഡോ സേവ് ചെയ്തു. ഇനി നമുക്ക് TCSന്റെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വയ്ക്കാം TCS ഓൺ ലിക്കർ. ഇതിൻ്റെ അണ്ടർ കൊടുക്കേണ്ടത് ഡ്യൂട്ടീസ് ഓഫ് ടാക്സസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ടൈപ്പ് ഓഫ്. അപ്പോൾ ഇവിടെ ചോദിക്കും ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ്. ഇവിടെ TCSലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും നാച്ചർ ഓഫ് ഗുഡ്സ് എന്നുള്ളത്. നമുക്കിവിടെ നിന്ന് ഓൾറെഡി നമ്മൾ നാച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ലിക്കറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തിട്ട് ഇത് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ലെഡ്ജറുകളാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് വൗച്ചർ എൻട്രി എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമ്മൾ സെയിൽസിലാണ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റിലെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അവിടെ ചോദിക്കും പാർട്ടി. നമ്മൾ ഓൾറെഡി പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ പാർട്ടി സെലക്ട് ചെയ്തിട്ടെടുക്കാം.
ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമുക്ക് ഐറ്റമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾട്ട് സി അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ലിക്കർ, ഇവിടെ യൂണിറ്റ് എന്നുള്ളിടത്ത് ബോട്ടിൽ കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ. നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. ഒരു 1000 കൊടുത്തു, റേറ്റ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ സെയിൽസ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സെയിൽസ് ഉള്ളത്. സെയിൽസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഒന്നുകൂടി എൻ്റർ അടിച്ചു. നമ്മൾ GST ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് TCS കൊടുക്കേണ്ടത്. ഇവിടെ സ്പേസ് ബാർ അടിച്ചാൽ നമ്മൾ ഓൾറെഡി TCS ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. TCS ഓൺ ലിക്കർ എന്ന് പറഞ്ഞിട്ട് എടുത്തു. നിങ്ങൾ TCS ഓൺ ലിക്കർ എന്നുള്ളടത്ത് ഇവിടെ എമൗണ്ട് വന്നിട്ടുണ്ട്, 12,000 വന്നിട്ടുണ്ട്. കാരണം 1% ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 12 ലാഖിൻ്റെ 1% 12,000 ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും. ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബിൽ നമ്പറിലേക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് TCSൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ TCS റിപ്പോർട്ട്സ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. TCS റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്കിവിടെ ഫോം ഉണ്ട്. അപ്പോൾ ഇവിടെ ഫോം 27EQ എന്നുണ്ട്. ഇത് സെലക്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഏതിൻ്റെയാണ് കളക്ഷൻ അറ്റ് നോർമൽ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. എത്രയാണ് അസസബിൾ വാല്യൂ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ ടാക്സ് എത്രയാണെന്നുള്ള എമൗണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് TCS ടാലി പ്രൈമിൽ ചെയ്യുക. ഇനി നമുക്ക് TCSൻ്റെ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ TCS എപ്പോഴാണ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ TCS, ഇപ്പോൾ മെയ്യിലാണ് TCS കളക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് ജൂൺ 7th ഉള്ളിലാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എമൗണ്ട് നമ്മൾ അടിച്ചു കൊടുക്കൊന്നും വേണ്ട, ഓട്ടോഫില്ലായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓട്ടോഫിൽ സെലക്ട് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഓട്ടോഫിൽ സെലക്ട് ചെയ്തിട്ടെടുത്ു. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ് സെലക്ട് ചെയ്തെടുത്തു, TCS സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഇവിടെ ഏത് മന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1/4 ഏപ്രിലാണെങ്കിൽ ഏപ്രിലെ മന്തായിട്ട് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ സെക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇവിടെ നമുക്ക് ഏത് ഐറ്റം, നാച്ചർ ഓഫ് ഗുഡ്സ്, നമ്മൾ ലിക്കറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾക്ക് കമ്പനി ആണെങ്കിൽ കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് TCSൻ്റെ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. അപ്പോൾ ഇവിടെ എല്ലാ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ വരും. ബില്ലൊക്കെ ഇവിടെ എഗെയിൻസ്റ്റ് റെഫറൻസിലാക്കിയിട്ട് വരും. അതേപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ എമൗണ്ടും ഇവിടെ കാണിക്കും. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ TCSൻ്റെ എൻട്രി ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.